പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വന്നവരുടെ പട്ടിക നമ്മൾ പരിശോധിച്ചാൽ ഹെവി വെയ്റ്റ്സ് ധാരാളമുണ്ട്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്, അതുപോലെ തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ, ഹിമന്ത ബിശ്വ ശർമ്മ, ജഗദംബിക പാൽ മുൻ UP മുഖ്യമന്ത്രിയായിരുന്നു, അതുപോലെ തന്നെ യശ്വന്ത് സിൻഹ, ഇങ്ങനെയൊക്കെ ധാരാളം ആൾക്കാർ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സച്ചിൻ പൈലറ്റ് പോകാനിരിക്കുകയാണെന്നൊക്കെ കുറേ നാളായിട്ട് പറഞ്ഞു കേൾക്കുന്നു, ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ പൊതുവേ കേരളത്തിലെക്കുറിച്ചുള്ള ഒരു വിശ്വാസം കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് BJPയിൽ അധികം പേര് വന്നിട്ടില്ല എന്നാണ് പൊതുവേ ഒരു ധാരണ. ആ ധാരണ ഒരു മിഥ്യാധാരണയല്ലേ വാസ്തവത്തിൽ? ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മയൊക്കെ പോയിട്ട് നാളെ അറിയേ ഒരു കാലത്തൊരു പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ല. ഇതിൽ രാഷ്ട്രീയമായ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ ഉണ്ട്. ഇപ്പോഴത് അതുണ്ടായിരുന്നത് ഒരു കുറച്ച് മുമ്പ് വരെ BJPക്കായിരുന്നു ഈ അസ്പൃശ്യത എന്ന് പറയുന്നത് കൽപ്പിച്ചിരുന്നത്. അത് മെല്ലെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ആള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ പാർട്ടിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ആദ്യം ചിന്തിക്കുന്നത് ഞാൻ തീക്കുണ്ടത്തിലേക്കാണ് എടുത്ത് ചാടുന്നത്, എനിക്കെന്ത് പ്രയോജനം എന്നുള്ളത് ചിന്തിക്കും എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അക്കരെ പോയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം എനിക്ക് കിട്ടുമെങ്കിൽ മാത്രമേ ഞാൻ പോകൂ. ഇല്ല ഇപ്പോൾ ഇക്കരെ നിൽക്കുന്നതാണ് നല്ലത്, ചവിട്ടും അടുത്ത് ഉപ്പൊക്കെ ഇട്ട് കുറച്ചുകൂടെ നിൽക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, ഭരണം പിടിക്കുമെന്ന അവസ്ഥയിലേക്ക് BJP വരാത്തത് കൊണ്ട് പലരും ചാടാൻ മടിച്ചു നിൽക്കുന്നതാണ്. പക്ഷേ ഇത് മുന്നിൽ കണ്ട് ഇനി ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല, ഒരു പ്രോസ്പെക്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും BJPക്ക് നിന്ന് കരുതി ചാടിയവരും അവിടെയുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് ലാഭേച്ഛയോടെയുള്ള ഒരു ചാട്ടം ആണ്. അല്ലാതെ ജനത്തെ സേവിക്കാൻ ഏതെങ്കിലും പാർട്ടി നിന്നാൽ പോരെ, അത് മതി. പക്ഷെ അതല്ല ഇവിടെ പാർലമെൻ്ററി മോഹങ്ങളും മറ്റു പല മോഹങ്ങളും ചേർത്ത് വച്ചിട്ടാണ് ഒരാൾ മറ്റൊരാൾക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും അവിടെ തലമൂത്ത ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ, കുറച്ച് പ്രായം ചെന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ കോൺഗ്രസ് ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമല്ല. പണ്ടൊക്കെ കോൺഗ്രസിലേക്ക് ചേരുക എന്ന് പറയുന്നതേ പിൽക്കാലത്ത് പിന്നെ വന്നു വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് അതൃപ്തി ഉണ്ടാവും, അവർ ചാടും. നോർത്തിൽ സംഭവിച്ചതെന്ന് പറയുന്നത് സമാനമായി BJP ഒരു വളർച്ച ഉണ്ടാവുകയും അപ്പോൾ പിന്നെ കോൺഗ്രസ് ഉള്ളിൽ തന്നെയുള്ള ഒരു ഹിന്ദു വികാരം അവർക്കുണ്ട്. അത് പലപ്പോഴും പലയിടങ്ങളിലും അടിച്ചമർത്തപ്പെടുന്നു എന്ന് കാണുമ്പോൾ സ്വാഭാവികമായി അതിന് കോൺഗ്രസിന് ചെറുത്ത് നിൽക്കാനും കഴിയുന്നില്ല, അതിനെ അതിജീവിക്കാനും കഴിയുന്നില്ല. ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ അവർക്ക്, പക്ഷേ BJP വളരെ സമർത്ഥമായി അത്തരം കാര്യങ്ങൾ നേരിടുന്നുണ്ട്. രാജ്യത്തിൻ്റെ പല വിഭാഗങ്ങളുള്ള കാര്യങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസ്സിന് ഒരു കുറവുകൂടി സംഭവിക്കുമ്പോൾ, അതിൽ കോൺഗ്രസ് വിജയിക്കാതിരിക്കുമ്പോൾ അത് ഭംഗിയായി നിറവേറ്റുന്ന BJPയിലേക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ എന്ന് ദേശീയ ഒരു പരിപ്രേക്ഷ്യത്തിൽ ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ അത് നന്നേ ചുരുങ്ങിയിരിക്കുന്നു. പക്ഷേ എങ്കിലും ഇല്ലാതില്ല. അതെ, അതാണ് അവരുടെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു അത്. പക്ഷേ ക്രമേണ അസ്പൃശ്യത, അങ്ങ് പറഞ്ഞ ഈ അസ്പൃശ്യത മാറിയോടുകൂടി അവർക്കിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റ് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. BJP വിചാരിച്ചാലും ചിലതൊക്കെ നടക്കുമെന്നൊരു ബോധ്യം വരുമ്പോൾ ചില കക്ഷികൾ, കാരണം നിരാശരായ ചില കക്ഷികൾ, സ്ഥാനം കിട്ടാത്ത ചില വ്യക്തികളൊക്കെ വരാനുള്ള വലിയൊരു ഒഴുക്ക് വരാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടൊന്നല്ല, സ്ഥാനാർത്ഥി നിർണ്ണയം കഴിയുമ്പോൾ തന്നെ ഉണ്ടാവില്ലേ? അതുണ്ടാവും. പക്ഷേ കാരണം ഇത് ഇപ്പോഴൊരു ചെറിയ, നമ്മൾ പലപ്പോഴും പല ആൾക്കാരെക്കുറിച്ചും പല വാർത്തകൾ കേൾക്കുന്നുണ്ട്, ഇവർ പോയേക്കും അതിലൊക്കെ ഉണ്ട് താനും. പക്ഷെ അത് എന്തോ കാരണവശാൽ അറച്ചു നിൽക്കുകയാണ്. നമ്മൾ പറയുന്നത് പോലെ, ഞാൻ ഒരു സാമ്യം പറഞ്ഞാലേ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ അങ്ങനെ ഇരിക്കുകയല്ലേ നമ്മുടെ ഈ ലോകരാജ്യം എന്ന് പറയുന്ന ഒരു സുഹൃത്ത്. അതായത് ഈ ഞാൻ നാളെ ഇറങ്ങി എൻ്റെ നാട്ടുകാരെ എങ്ങനെ നോക്കും, നമ്മൾ ജംഗ്ഷനിൽ ഇറങ്ങി എങ്ങനെ നിൽക്കും എന്നൊരു ചിന്ത മലയാളിക്ക് കൂടുതലാണ്. ഇന്നലെ വരെ ഞാൻ ഖദർ ഇട്ടുകൊണ്ട് നിൽക്കുന്നു, നാളെ ഖദറിട്ട് ഇറങ്ങുമായിരിക്കാം. പക്ഷേ എൻ്റെ നെറ്റിയിൽ ഒട്ടിച്ചിരിക്കുന്ന ആ കോൺഗ്രസ് ലേബൽ മാറ്റി ഒരു BJP ലേബൽ ആകുമ്പോഴുള്ള ആൾക്കാരുടെ ഒരു ചിന്തയും കമൻറ്റുകളും സഹിക്കാൻ, എങ്ങനെ ഞാൻ സഹിക്കുമെന്നുള്ള ചിന്തയിലാണ് പലരും പോകാതിരിക്കുന്നത്. അതെല്ലാം മാറി വരുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് അവർ അണ്ടർഗ്രൗണ്ട് ചർച്ച നടക്കുന്നുണ്ട്. കൃത്യമായും ഇനിയുള്ള ഒരു 10 വർഷത്തിനിടയിൽ പലപ്പോഴും നമ്മൾ ചില വാക്കുകൾ നമുക്ക് പറയാൻ പറ്റാത്ത ടോക്കനിടയിൽ അങ്ങ് സൂചിപ്പിച്ച പേരുകൾ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. K. മുരളീധരൻ, ശശി തരൂർ, അതുപോലെ തന്നെ K. സുധാകരൻ, ഇങ്ങനെയുള്ള ഹെവി വെയ്റ്റ്സിൻ്റെ പേരുകൾ അതിൽ ധാരാളമായിട്ടുണ്ട്. അല്ല മാഷേ, അതിനകത്ത് ഇടയ്ക്ക് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. അതായത് ഈ ഇപ്പോൾ K. സുധാകരൻ മാഷ് ഉന്നയിച്ച പേരുകളൊക്കെ തന്നെയും ഒരു ചാഞ്ചാട്ടം K. മുരളീധരന് പണ്ട് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. DICയിലേക്ക് പോയത് കണ്ടതാണ്. സാക്ഷാൽ കരുണാകരൻ പോയത് കണ്ടതാണ്. മാറ്റി കോൺഗ്രസിൻ്റെ ഒരു പുത്തരി എന്നുള്ള കാര്യമല്ല. പക്ഷേ ഈ പ്രായത്തിൽ അവർ പൊടുന്നനവേ കോൺഗ്രസിലേക്ക് പോകും, K. സുധാകരനൊക്കെ പോകുമെന്ന് എനിക്കൊരു ചിന്തയില്ല. കാരണം ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയമായ ആ ഒരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജനസേവനത്തിൻ്റെ ഏറ്റവും ഒരു
എന്താ പറയുന്നത്, പ്രായം കണക്കാക്കിയാൽ ഏതാണ്ട് അദ്ദേഹം ഇനി ഒതുങ്ങേണ്ടുന്ന ഒരു പ്രായത്തിലാണ്. അതിൽ ഈ പാർട്ടിയെ പുനഃസംഘടിപ്പിക്കാനുള്ള പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ അവർ അതിലേക്കൊരു ഒതുങ്ങലാണ് അവർ ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവർ ചെയ്യുക സ്വാഭാവികമായിട്ട് അത് തന്നെയായിരിക്കും. അവർ പെട്ടെന്ന് കളയുന്നുള്ള ചിന്ത എനിക്കില്ല. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇവിടെ. അദ്ദേഹത്തിൻ്റെ ഇക്കാലം ഇത്രയും ഒരു മുഖ്യമന്ത്രി ആവാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് പോകണമെന്നില്ലല്ലോ. അല്ല എങ്കിലും ഇപ്പോൾ BJP ഒരു ഗവർണർ പോസ്റ്റ് ഓഫർ ചെയ്യുകയാണെങ്കിൽ, അതാണ് എൻ്റെ ഒരു ചോദ്യം, ആ ഓഫറിൽ അദ്ദേഹം വീഴാൻ സാധ്യതയുണ്ട്. അല്ല ഇപ്പോൾ ഈ ഗവർണർ പോസ്റ്റിൽ ഇങ്ങനെയുള്ള സുധാകരനൊക്കെ ഗവർണർ പോസ്റ്റിൽ പോയി ഇരിക്കുമെന്ന് എനിക്ക് ഇപ്പോൾ കേവലം ചിന്തിക്കും, പത്മജ പോയിട്ട് എന്തായി, അവർക്കൊന്നും കിട്ടിയില്ലല്ലോ. അപ്പം ഇത് ഇങ്ങനെ ചില പൊസിഷനിലേക്ക് ആൾക്കാരെ BJP കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ഒരു പക്ഷേ മാറി ചിന്തിച്ചേക്കും. ഗവർണറായിട്ട് പിന്നെ ഇവിടെ കേരളത്തിൻ്റെ ആൾക്കാരുടെ മുഖം കാണുന്നുണ്ടല്ലോ, ഉത്തരം മതി. നമുക്കേ പോയവരുടെ ലിസ്റ്റും കൂടെ ഒന്ന് പരിശോധിക്കാം. തിളങ്ങുന്ന ഉദാഹരണം നമ്മൾ പത്മജ വേണുഗോപാൽ തന്നെ. ഈ പത്മജ വേണുഗോപാൽ പോകുമ്പോൾ ലീഡർ അത് സഹിക്കുമെന്നൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു. പക്ഷേ ആ ചിന്ത ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം എപ്പോഴും ഒരു ഹിന്ദു കാർഡ് വെച്ച് തന്നെ ജയിച്ചിരുന്ന ആളാണ് കെ കരുണാകരൻ. പലപ്പോഴും PP മുകുന്ദൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹം RSSൻ്റെ തന്നെ സഹായം പല മത്സരങ്ങളിലും, തെരഞ്ഞെടുപ്പ് മത്സരങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. എന്നു മാത്രമല്ല അദ്ദേഹത്തിന് ഈ RSSനോട് ഇപ്പോൾ ഈ VD സതീശൻ കാണിക്കുന്ന പോലെ ഒരു കടുത്ത വിരോധമോ ഒന്നും ഒരിക്കലും വാക്കുകളിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു നേതാവാണ്. 1-ാം തീയതി എന്നും ഗുരുവായൂർ പോവാണ്. അതിപ്പോൾ RSSകാർ മാത്രമേ പോകാനില്ല. പക്ഷേ ഈ RSSനോട് വലിയ വിരോധവും ഈ പറയുന്ന പോലെ അസ്പൃശ്യതയും ഇല്ലായിരുന്ന ഒരാളായിരുന്നില്ലേ കരുണാകരൻ? അതുകൊണ്ടല്ലേ പത്മജയും ആ പാർട്ടിയിലേക്ക് പോകാനിടയായത്? ആ കുടുംബത്തിനകത്ത് എന്തൊക്കെയായിരിക്കും ഇങ്ങനെ രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഉള്ളത് എന്ന് നമുക്ക് നേരിട്ട് അറിയാൻ കഴിയില്ല. നമുക്ക് കേവലം ഊഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷേ എങ്കിൽ കൂടിയും വലിയ കരുണാകരൻ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്ന ആ മീറ്റിംഗ് കരുണാകരൻ അരാഫത്ത്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓർമ്മ ശരിയാണെങ്കിൽ അരാഫത്ത് എന്ന് പറയുന്ന ശാസ്ത്രമുഖ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഉള്ള വീട്ടിൽ നിന്ന് അദ്ദേഹം അവസാനത്ത് ആ പൊത്തിരക്കണ്ടത്തേക്ക് പ്രസംഗത്തിലേക്ക് പോകുന്നത്. അന്ന് ബൈക്ക് ഓടിച്ച് ഞാൻ പിറകെ പോയി ആ പ്രസംഗം, ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പ്രസംഗവും കേൾക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ പോയി കണ്ടതാണ്. വളരെ പറഞ്ഞ വാക്കുകളൊന്നും ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഒന്ന് അക്കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ട വാക്കാണ്, രാഷ്ട്രീയ നപുംസകങ്ങൾ എന്നെ ദ്രോഹിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ വികാരാധീനം അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു. ആ ഘട്ടത്തിലൊക്കെ ഒരു ഹിന്ദു മതവിശ്വാസിയും വലിയ ദൈവവിശ്വാസിയും ഒക്കെ ആയിരുന്ന മനുഷ്യൻ BJP ഇന്നത്തെ അവസ്ഥയിൽ വളർന്നിരുന്നെങ്കിൽ, ഇന്നിപ്പോൾ കാണുന്ന അവസ്ഥയിൽ വളർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസ് വിടാൻ കരുണാകരൻ തീരുമാനിച്ചിരുന്നു. രണ്ടാമത് തീരുമാനിച്ചത് നമ്മൾ കണ്ടതാണ്. DIC രൂപീകൃതമാവുകയും ചെയ്തു. അത് ക്ലച്ച് പിടിക്കുന്നില്ല കണ്ടപ്പോഴാണ് സാക്ഷാ പിന്നെ പല ഘട്ടങ്ങളിൽ കൂടി കരുണാകരൻ തിരിച്ചു വരുന്നു. തള്ളിപ്പറഞ്ഞ ഒരു സ്ഥലത്ത് BJP ഇന്നത്തെ അവസ്ഥയിൽ അന്ന് വളർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കരുണാകരൻ്റെ ആദ്യ ചോയ്സ് ഓപ്ഷൻ BJP ആയിരുന്നിരിക്കാം. അപ്പോൾ അങ്ങയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അത് BJP ഇത്രത്തോളം എങ്കിലും വളർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഓപ്റ്റ് ചെയ്യുക കോൺഗ്രസ് ആയിരിക്കുകയില്ല. DICയിൽ നിന്ന് നേരെ അദ്ദേഹം വരുന്നത് BJPയിലായിരിക്കും. ഒരു പക്ഷേ BJP അതിനു മുമ്പ് വളർന്നിരുന്നെങ്കിൽ DICയിലേക്ക് പകരം BJP അദ്ദേഹം ഓപ്റ്റ് ചെയ്യുന്ന ഒരു അവസരം മനോഹരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രചോദനമായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകാൻ കാരണമായിട്ടുള്ളത്. പിന്നെ ചില പേരുകളും കൂടെ ഞാൻ പറയാം. ശോഭന ജോർജ് അങ്ങനെ മാറിയ ഒരാളാണ്. അതുപോലെ തന്നെ അനിൽ ആൻ്റണി, അത് വലിയൊരു ഷോക്കായിരുന്നു കോൺഗ്രസ്സിന് തന്നെ. AK ആൻ്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആൻ്റണി തന്നെ, അതിന് ആരോപണവും ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ BJPക്ക് അനുകൂലമായി നടന്നുകൊണ്ടായിരിക്കും. ഞാൻ മുൻകൂട്ടി പറഞ്ഞത് ആ വീട്ടിനുള്ളിൽ 4 ചുരുൾക്കുള്ളിൽ എന്താ ചർച്ച നടക്കാൻ നമുക്കറിയില്ല. അതില്ല, അതാണ് ആ വീട് ഒരു പക്ഷേ സ്വാധീനിച്ചിരിക്കുന്ന അറിവുകളുണ്ട്, നമുക്കറിയില്ലല്ലോ, നമ്മൾ കേൾക്കുന്നില്ലല്ലോ ഇത്. അതുപോലെ തന്നെ KP പ്രശാന്ത് എന്ന് പറയുന്ന KPCC എക്സിക്യൂട്ടീവ് അംഗം BJPയിലേക്ക് ചേർന്നിട്ടുണ്ട്. AP അബ്ദുള്ള കുട്ടിയുടെ കാര്യം എന്നറിയാം, അതൊരു റൂട്ട് മാർച്ച് പോലെയാണ്. അതെ, CPM കോൺഗ്രസ് വയ BJPയിലേക്ക് വന്ന ആളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത സമയത്ത് കേട്ടത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിഷേധിക്കപ്പെട്ടെന്ന് വാർത്തയിലുള്ളതുകൊണ്ട് മാത്രം പറയുകയാണ്, CKP പത്മനാഭൻ അദ്ദേഹം BJPയിലേക്ക് വരുന്നു. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുക ആ വാർത്ത കൊടുത്തവനെതിരെ ഞാൻ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് നടക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ പ്രോബബിൾസിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു. ഇനി വേറൊരു കാര്യം കൂടെ, രസകരമായ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മുടെ ഈ അന്തിച്ചർച്ചകളിൽ ഏറ്റവും തിളങ്ങുന്ന ഒരു താരമാണല്ലോ ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ ഇപ്പോൾ വാദിക്കുന്നതൊക്കെ BJPക്ക് വേണ്ടിയിട്ടാണ് ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ വാദങ്ങളെല്ലാം. ഔദ്യോഗിക വക്താവല്ല താൻ. അദ്ദേഹം ഒരു കോൺഗ്രസ് പശ്ചാത്തലമുള്ള വ്യക്തിയായിരുന്നു. കുടുംബവും കോൺഗ്രസ് പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. അദ്ദേഹവും കോൺഗ്രസ്സിൽ നിന്ന് ആണ് അദ്ദേഹത്തിൻ്റെ ആശയം. അദ്ദേഹം പാർട്ടിക്കാരനല്ല, ഭാരവാഹിയല്ല. പക്ഷേ കോൺഗ്രസ് ആശയങ്ങൾ ഉൾക്കൊണ്ടിരുന്ന വ്യക്തിയാണ് BJP ആശയങ്ങളുമായിട്ട്
ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പന്തളത്തുകാരൻ, അതുകൊണ്ട് എനിക്കത് പക്ഷേ വ്യക്തമായിട്ട് ഇതിനകത്തൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറയുന്നത് ഈ ഓരോ കാലത്തും നമുക്കുണ്ടാകുന്ന ചില തിരിച്ചറിവുകളാണ്, ചില ബോധ്യങ്ങളാണ്. തീർച്ചയായിട്ടും അന്നേരം അനാവരണം ചെയ്യപ്പെടുന്ന ചില വിശ്വാസങ്ങൾ അനാവരണം ചെയ്യപ്പെടുമ്പോൾ ഇതായിരുന്നല്ലോ സത്യം എന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ കോൺഗ്രസിലേക്കോ CPM-ലേക്കോ BJP-യിലോ ഒക്കെ പോകുന്നത് ആ ഘട്ടത്തിലാണ്. ഒരാൾ കോൺഗ്രസ് ആയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അയാൾക്ക് ജീവിതാവസാനം വരെ അങ്ങനെ ഇരിക്കണം നിർബന്ധമൊന്നും നമുക്ക് പിടിക്കാൻ കഴിയില്ല. അവരെ കേവലമായ കാലുമാറ്റമായി ചിത്രീകരിക്കുന്നവർക്ക് ചെയ്യാം. പക്ഷേങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ ഇതിന് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇവിടെ പക്ക പാർലമെന്ററി മോഹം, എനിക്കെന്ത് നേട്ടം, അവിടെയാണ് ഇതിനെ നമ്മൾ കാലുമാറ്റം എന്നുള്ള പദം കൊണ്ട് വിശേഷിപ്പിക്കും. ഇത് ചേർക്കാൻ പറ്റാത്ത ചില പേരുകൾ ഉണ്ടാവാം. G. രാമൻ, ഞാൻ കുറേ പേരുകളോട് പറയാം. G. രാമൻ നായർ കോൺഗ്രസിൽ നിന്ന് വന്ന അയാളാണ്. KS രാധാകൃഷ്ണൻ കോൺഗ്രസിൻ്റെ വക്താവായിട്ട് ഒക്കെ ഇരുന്ന ആൾ ഇപ്പോൾ ശക്തനായിട്ടുള്ള ഇപ്പോൾ BJP-യുടെ സംസ്ഥാന ഭാരവാഹിയിൽ പ്രമുഖനായിട്ടൊരാളാണ്. അതുപോലെ തന്നെ ടോം വടക്കൻ വക്താവ്, ഡൽഹിയിലാണ് വക്താവെങ്കിലും തൃശ്ശൂർക്കാരനാണ് അദ്ദേഹം. അതുപോലെ തന്നെ പന്തളം സുധാകരൻ്റെ അനിയൻ, പന്തള സുധാകരൻ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയുണ്ട്. ഇനി BJP-യിലേക്ക് ചേരുമെന്ന് അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനിയൻ വളരെ മുമ്പേ തന്നെ കോൺഗ്രസിൻ്റെ വലിയ ഉയർന്ന പ്രവർത്തകനായിരുന്നു അദ്ദേഹം പിന്നെ BJP-യിലേക്ക് ചേർന്നു, ഭാരവാഹിയുമാണ് പന്തളത്ത് തന്നെ. പിന്നെ നമ്മൾ C. രഘുനാഥൻ്റെ കാര്യം, ഏറ്റവും ഒടുവിൽ ഒരു അഡിഷൻ കൂടെ ഉണ്ട്. പത്മിനി തോമസ് ഈ കഴിഞ്ഞ പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാളയം വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ആളാണല്ലോ പത്മിനി തോമസ്. BJP-യിലാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ് BJP-യിലേക്ക് അവർ പോവുകയുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് കുറേ പേരുകൾ ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതൊരു അവസാനമല്ല, ഒരു ഇടർച്ചയല്ല, ഒരു തുടർച്ചയായിരിക്കാനാണ് സാധ്യത. കാരണം BJP വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത് 23-ാം തീയതി പ്രധാനമന്ത്രി വരുന്നതോടുകൂടി വ്യക്തമാവും കൂടുതൽ സീറ്റുകളിലേക്ക് അവർക്ക് വ്യാപിക്കാൻ കഴിയും എന്നുള്ളതാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ ആ ഒരു പ്രചോദനത്തിൽ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയത്തിൽ എന്തു മാറ്റങ്ങളും വിധേയമാണല്ലോ രാഷ്ട്രീയം. പക്ഷേ ഇപ്പോൾ ഒരു കാര്യത്തിൽ ഒരിക്കലും പോകില്ല എന്ന് നമുക്ക് അങ്ങനെ ആരും അറിയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡ് ഉണ്ട്. ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഉടനെ ഈ അളപ്പുറത്തേക്ക് അങ്ങനെ അതുകൊണ്ടാണ് കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞത്. വിശ്വസിക്കേണ്ട കാര്യമൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.